ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞിനെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് എൻ്റെ ജോലികളാട്ടോ ഞാൻ കാണിക്കുന്നത്. കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് കുഞ്ഞിനെ പോയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനാകുമ്പോഴത്തേനും കൂട്ടിയിട്ട് വരണേ. അപ്പോഴത്തേനും പണിയെല്ലാം ഒതുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് തുണി രാവിലെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് രാവിലെ മടക്കാനേ സമയം കിട്ടിയില്ലേ. അവന് റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് നമുക്ക് വലത് കൈ ഇതായത് ഫ്രാക്ചറായില്ല കേട്ടോ, ലിഗമെൻറ്റിന് ക്രാക്ക് വന്നത്. അപ്പം എല്ലാം അവൻ്റെ ചെയ്ത് കൊടുക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് രാവിലെ ഇതൊന്നും മടക്കി വെക്കാൻ സമയം കിട്ടിയില്ല. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷം ഞാനിതെല്ലാം മടക്കി വെക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടേ. എന്നാലും ഇനിയും എല്ലാവരും ചെയ്യണം. നമുക്ക് 1K ആവണം. 1K ആവണം എന്നാണ് ആഗ്രഹം. 1K ആവണം എന്നല്ല, ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 1K ആവണം എന്നാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ആ തുണിയെല്ലാം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് വിരിച്ചിടാൻ വേണ്ടി കൊണ്ടുപോകാൻ ബക്കറ്റിനകത്ത് ഇട്ടിട്ട്. നമുക്ക് മഴ ഇന്നലെയൊക്കെ വെയിലായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ചന്നം പിന്നെ മഴയാണ്. അതുകൊണ്ട് പുറത്തിടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഷെഡുണ്ട്, അതിനകത്താണ് കൊണ്ടിടുന്നത് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ അലോവേര നിൽക്കുന്നത് കണ്ടോ ഗൈസ്. കുറച്ചധികം അലോവേര ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം വീടിൻ്റെ പെയിൻ്റ് അടിയൊക്കെ ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്ത് വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിണ്ണേമ്പരയും തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തിണ്ണേമ്പര 2 ദിവസമായി തുടച്ചിട്ട്. അതിന് മുന്നേ ചുക്കിലെല്ലാം ഒന്നൊന്ന് അടിക്കാമെന്ന് വെച്ച് ഒന്നര ആഴ്ച ആയതേ ഉള്ളൂ ഞാൻ ചുക്കിൽ അടിച്ചിട്ട്. എൻ്റെ ദൈവമേ കർത്താവേ, എന്ത് വേഗമാണ് ചുക്കിൽ പിടിക്കുന്നത് വെച്ചാൽ 8 കാല് കുഞ്ഞു 8 കാലുകളുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ചുക്കിൽ പിടിക്കും. അതിങ്ങനെ നന്നായിട്ട് തിരിഞ്ഞു കാണും. അത് കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് സമാധാനമില്ല, അത് എടുത്ത് കളയാതെ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചുക്കിലെല്ലാം അടിക്കുവാണ്. നമ്മളിങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ അല്ലേ എന്തെല്ലാം പണികളാണ്. ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ കുറച്ച് നേരം ഫോൺ നോക്കി ഇരിക്കും കേട്ടോ. ഞാൻ കുഞ്ഞിനെ വിട്ടിട്ട് ഇന്നിപ്പോൾ എനിക്ക് നേരം കിട്ടിയില്ല. എന്ന് വെച്ചാൽ അല്ലേ പിന്നെ ഉച്ചയ്ക്ക് ചോറെല്ലാം ആയി കൊടുത്തു വിടുന്നില്ല. ഇപ്പോൾ ചോറും കറിയൊന്നും ആവാത്തതുകൊണ്ട് ഇന്നെനിക്ക് നേരം കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ സ്കൂൾ വിട്ടിട്ട് വന്നിട്ട് പിന്നെ കുറേ ഒരു 1/2-3 മണിക്കൂറൊക്കെ ഫോണിനകത്ത് നോക്കും. രാവിലെ ഇട്ട് നമ്മൾ കിടന്ന് പണിയെടുത്തതല്ലേ. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരം ഫോണിനകത്തൊക്കെ നോക്കി റീൽസൊക്കെ കണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് പോയി നോക്കി, എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ചാനലിലൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കും. അതിന് ശേഷം ഞാൻ ചായ രാവിലെ കുടിക്കും. കഴിക്കുന്നത് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ നമ്മുടെ ഈ വോളിൻ്റെ കളർ എങ്ങനെയുണ്ടെന്ന് പറയണേ. എൻ്റെ ഐഡിയ ആയിരുന്നു. നമ്മൾ ആദ്യം പെയിൻറ്റ് ഫുൾ വൈറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഒരു വോൾ നമുക്ക് വേറെ കളർ ചേഞ്ച് ആക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് ഒരു പേസ്റ്റൽ കളേഴ്സ്. ഇഷ്ടമായോ എന്നൊന്ന് പറയണം കേട്ടോ. പിന്നെ എല്ലായിടത്തും എല്ലാ ചുക്കിലെല്ലാം അടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെ എല്ലാം അടിച്ച് വാരി, തിന്നവരെല്ലാം അടിച്ച് വാരി. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടച്ചത് കേട്ടോ. അടിച്ച് വാരുന്നതിനകത്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ എനിക്ക് കോള് വന്നു. എന്നിട്ട് ഞാൻ ഫോൺ വിളിക്കാൻ പോയി. പിന്നെ ജനലൊക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാക്വം ചെയ്തതായതുകൊണ്ട് പിന്നെ തുടയ്ക്കാൻ അധികം ഇല്ലേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ മഴ പെയ്യുന്നില്ല, അങ്ങനെ ഇപ്പം പെയ്യുന്നില്ല. മഴയായിരുന്നു. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നു കുഞ്ഞിനെ കൂട്ടാൻ പോകുമ്പോഴത്തേനും മഴയായെങ്കിൽ പിന്നെ ഓട്ടോയെങ്ങാനും വിളിച്ചിട്ട് പോകേണ്ടി വരും. അങ്ങനെ എൻ്റെ കിച്ചണിൽ ഞാൻ കണ്ടു. അത് പുതിയതാട്ടോ. ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു വാൾ സ്റ്റിക്കറാണേ. നല്ല രസമുണ്ട് കേട്ടോ. അത്രയും 110 രൂപ അങ്ങനെ സംതിങ് ആയതേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാട്ടോ. നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട്. നമ്മൾ മറ്റേ ഇൻറ്റീരിയലൊക്കെ ചെയ്ത പോലത്തെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നില്ലേ, തൂളാൻ തുടങ്ങി. പിന്നെ അത് നമ്മുടെ കിണറാണ് കേട്ടോ. അപ്പുറമെല്ലാം നമുക്കല്ല, ഓരോരുത്തർ നിങ്ങൾ വിചാരിക്കേണ്ട നിറച്ച് കാടാണല്ലോ എന്ന് കേട്ടോ. അതെല്ലാം ഓരോരുത്തർ വീട് കെട്ടാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ച് ഇങ്ങനെ നീക്കം വലിച്ചിട്ടേക്കുന്ന കേട്ടോ. അവരുടെ പറമ്പാണേ, നമ്മുടെ പറമ്പല്ല. അതുകൊണ്ട് നിങ്ങളാരും ചിന്തിക്കേണ്ട നിറയെ കാടാണല്ലോ എന്ന്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തുടയ്ക്കാൻ തുടങ്ങി.
വേഗം തുടച്ച് പണിയെല്ലാം തീർത്തേച്ച് വേണ്ടേ കൊച്ചിനെ കൂട്ടിയിട്ട് വരാൻ സ്കൂളിൽ പോകേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം തുടയ്ക്കാൻ തുടങ്ങി. നമ്മുടെ മക്കളെല്ലാം സ്കൂളിലെല്ലാം പോകുമ്പോൾ നന്നായിട്ട് പറഞ്ഞു വിടണം കേട്ടോ. കളിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കളിക്കണം എന്ന്. എൻ്റെ അമ്മേ, ഞാൻ പേടിച്ചു പോയി. സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓർത്ത് കർത്താവേ എന്നാ പറ്റിയോ കുഞ്ഞിനെന്ന് ഓർത്ത്. സ്കൂളിൽ നിന്നുള്ള കോള് വരുന്ന കാണുമ്പോഴേ ടെൻഷനാകും. പിന്നെ മനസ്സിനിങ്ങനെ അയ്യോ എന്താവോ, ഇനി കുരുത്തക്കേട് എന്തെങ്കിലും ആക്കിയിട്ടാണോ അത് എന്തെങ്കിലും വയ്യാഴിയാണോ എന്ന് ഓർത്തിങ്ങനെ നെഞ്ചിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ കോൾ എടുത്തപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ കൈക്ക് നീരുണ്ട്, ഫുട്ബോൾ കളിച്ചപ്പോൾ എന്തോ പറ്റിയതാണെന്നൊക്കെ. കുട്ടികളോടൊക്കെ പറഞ്ഞു വിടണം കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞു വിട്ടിട്ടും കാര്യമില്ല. ഞാനാണേ അവിടെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കി വിടുമ്പം കൂടി പറയുന്ന മോനെ ശ്രദ്ധിക്കണം, കുരുത്തക്കേടൊന്നും അങ്ങനെയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കുമല്ലോ, പെപ്പര കളിക്കും. പറഞ്ഞു വിടും. പക്ഷെ അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പം അവർ പിന്നെ അവരുടെ ഫ്രണ്ട്സായി, അവരുടെ ലോകമായില്ലേ, പിന്നെ അവർ അങ്ങനെ ശ്രദ്ധിക്കില്ല. സാരമില്ല, പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ടെൻഷൻ, ഇതിൻ്റെ ബാക്കി പിന്നെ നമ്മൾ വേണ്ടേ നോക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞൊക്കെ വിടണം കേട്ടോ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെക്കാളും കുറച്ചും കൂടെ അടങ്ങിയിരിക്കാത്തത് ആൺകുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ അങ്ങനെ ഇത് ചെയ്ത് പറഞ്ഞതല്ലോ കേട്ടോ, എനിക്കങ്ങനെ തോന്നുന്നു. പെൺകുട്ടികൾ കുറച്ചും കൂടെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കണക്കാണ്. എന്നാലും കുറച്ചും കൂടെ അടങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണെന്ന്. അങ്ങനെ ഞാൻ എല്ലായിടവും തുടച്ചു കേട്ടോ. തുടച്ച് ഇന്നിപ്പം മാറ്റെല്ലാം മാറ്റണേ. കുറച്ച് ദിവസമായി മാറ്റിയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അപ്പം മാറ്റൊക്കെ മാറ്റേണ്ട ദിവസം. അപ്പോൾ എല്ലായിടവും ഒന്ന് വൃത്തിക്ക് തുടച്ച് ഞാൻ മാറ്റൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് കിച്ചണിലെ മാറ്റ് ഇതാണ്. പിന്നെ വാഷ് ബേസിൻ്റെ അവിടം വരെ ഇങ്ങനെ കിടന്നോളുമല്ലോ. പിന്നെ ഇത് വാഷ് ബേസിൻ മറ്റേ സിങ്ക് വാഷ് ബേസിൻ്റെ അവിടെ ഇട്ടു, ബാത്റൂമിൻ്റെ അവിടെയും എല്ലാം. ഇത് അടി ഇങ്ങനെ സ്ലിപ്പറി ആവാത്ത കൂട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ തെന്നിപ്പോവില്ലേ നമ്മൾ ചവിട്ടുമ്പം. ഇതിൻ്റെ അടിയിലൊരു റബ്ബർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, അപ്പം അങ്ങനെ തെന്നുവേല. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കി ക്ലീൻ ആൻഡ് നീറ്റാക്കി കേട്ടോ. പിന്നെ കഞ്ഞി ഞാൻ റൈസ് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, ഇനി അതെടുത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാൻ. ഇപ്പം ഞാൻ മറ്റേ തുണി വിരിച്ചിടാൻ പോയപ്പം ഇത് അവിടെ നിന്ന് എടുത്തിട്ട് വന്ന് ഉണങ്ങിയത്. പിന്നെ അതെല്ലാം ഒന്ന് വേഗം മടക്കി വെച്ചു. അപ്പോഴത്തേനും 12:30 കഴിഞ്ഞു. വേഗം കൂട്ടാൻ പോകാനായി. അങ്ങോട്ട് വേഗം മടക്കി അതേ തന്നെ വെച്ചു, എടുത്ത് വെക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും പിന്നെ കൂട്ടാൻ പോകാനായി. പിന്നെ ദൈവം സഹായിച്ച് മഴയില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് സ്കൂട്ടിക്ക് തന്നെ അല്ല, പിന്നെ ഓട്ടോയൊക്കെ വിളിച്ച് പോകേണ്ടി വന്നേനെ. ഞാൻ സ്കൂട്ടിക്ക് തന്നെ പോയി കൂട്ടിയിട്ട് വന്നു. ഭയങ്കര സന്തോഷമാവന് കേട്ടോ. ഉച്ചയ്ക്ക് അമ്മ കൂട്ടാൻ വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ അമ്മ സന്തോഷമായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു അമ്മ എന്നൊക്കെ എന്നോട് പറഞ്ഞു. നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ. മക്കൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പം ഒരു സന്തോഷം. എന്നാണേലും അങ്ങനെ ഇതേ ഞാൻ സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും